ഞാനിവിടെ പുതിയ ആളായതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും അധികം പരിചയം ഉണ്ടാവില്ല അല്ലേ. എൻ്റെ പേര് മോളി ബക്കർ എന്നാണ് കേട്ടോ. പേര് മോളി എന്നാണ്, ബക്കറിൻ്റെ ഹസ്ബൻഡിൻ്റെ പേരാണ് കേട്ടോ. ഞങ്ങളിവിടെ കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ വന്നിട്ട് 20 വർഷത്തോളം ആയിട്ട് ഇവിടെ സെറ്റിലാണ്. ഞാനൊരു ടൈലറാണ്. ഞാൻ കടയുണ്ടായിരുന്നു, ഇപ്പം ഞാൻ കട വേണ്ടാന്ന് വെച്ച് ഇപ്പോൾ വീട്ടിൽ തന്നെ തയ്ക്കുകയാണ് കേട്ടോ. ഓക്കെ, കട വേണ്ടാന്ന് വെച്ചത് വേറെ ഒന്നുമില്ല. എനിക്ക് ഒന്ന് വീണ് കാലിന് കുറച്ച് പ്രശ്നമായി, ഒരു കയ്യിനും കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോൾ ഞാൻ കട വേണ്ടാന്ന് വെച്ചാൽ വീട്ടിൽ വരുന്നത് മതി എന്നുള്ള ഇതിൽ അങ്ങനെ വീട്ടിൽ വരുന്നത് കേട്ടോ. അപ്പോഴാണ് ഇപ്പം ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ആർക്കും പരിചയമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ തേങ്ങ വറുത്ത് വെക്കുന്നത് കാണിച്ചു കേട്ടോ. ഞാൻ ഇങ്ങനെ കേട്ടോ തേങ്ങ വറുത്ത് എടുത്ത് അവിടെ വെച്ചേക്കുവേ. നമുക്ക് കുറേ നാളത്തേക്ക് പെട്ടെന്ന് രാവിലെയൊക്കെ നമുക്ക് എളുപ്പത്തിന് പെട്ടെന്ന് ചെയ്യാമല്ലോ. അപ്പോൾ അതിന് ഞാൻ ഇത് തേങ്ങയും ചെറിയുള്ളിയും വെളുത്തുള്ളി കരിവേപ്പില എല്ലാം കൂടെ ഇട്ട് ആദ്യം ഒന്ന് വറുത്തെടുക്കും കേട്ടോ. തേങ്ങ ചെറിയുള്ളി വെളുത്തുള്ളി കറിവേപ്പില ഇതൊക്കെ കൂടി ഇട്ട് നല്ലോണം എണ്ണ ഒഴിച്ച് ഒന്ന് നല്ല മൂത്ത് വറുത്തെടുക്കാം കേട്ടോ. സിമ്മിൽ വെച്ചിട്ട് വറുത്തെടുക്കും. കുറച്ച് നല്ലോണം ഒഴിക്കണം കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങി വരും. എന്നാൽ ഇച്ചിരി നല്ലോണം ഒഴിക്കണേ. കുറച്ച് എണ്ണ ഒഴിച്ചതാണ്, എന്നാൽ ചൂടെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ആട്ടോ ഒഴിച്ചിരിക്കുന്നത്. ഓയിൽ എന്ത് എണ്ണ വേണ്ടാണ്ട് ഒഴിക്കാതെ വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞിട്ടാ കേട്ടോ. അപ്പോൾ അത് തേങ്ങ നല്ല വെളുത്തുള്ളി ചെറിയുള്ളി കറിവേപ്പില തേങ്ങ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി സിമ്മിൽ വെച്ചിട്ട് കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകുവേ. ഇത് മൂപ്പിച്ച് നമുക്കെടുക്കാം കേട്ടോ. നല്ലൊന്ന് മരിഞ്ഞ് മൂത്ത് വരട്ടെ, എന്നിട്ട് നോക്കാവേ. അപ്പോൾ അതെ നമ്മുടെ തേങ്ങ ഈ പരുവായി കേട്ടോ. നല്ല ഇതിൽ ഞാൻ നല്ലോണം എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എന്നാലും ഞാൻ ഇച്ചിരി കൂടെ മൂക്കാലായി എണ്ണ തെളിഞ്ഞ് വരും കേട്ടോ. നല്ലോണം ബ്രൗൺ കളറാവട്ടെ. എന്നിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഇതിൽ ഞാൻ വേറെ മസാല ഒന്നും ചേർക്കില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ കടലക്കറിക്കോ ഇല്ലേ മസാല ചേർക്കുന്ന എന്തെങ്കിലും കറിക്കാണെങ്കിൽ ഇത് അരയ്ക്കുമ്പോൾ കുറച്ച് പെരിഞ്ജീരകവും കൂടെ കുറച്ച് പെരിഞ്ജീരകവും ഒരു 1/2 സ്പൂണ് ഇറച്ചി മസാലയും കൂടെ ഇട്ടരയ്ക്കും കേട്ടോ. എല്ലാം നമ്മൾ തീയലിനോ അതിനൊക്കെ അരയ്ക്കുകയാണെങ്കിൽ ഞാൻ ഇത് മാത്രമായിട്ട് അരയ്ക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ വറുത്ത് നമ്മൾ എടുത്ത് വെച്ചാൽ നമുക്ക് നല്ല എളുപ്പമുള്ളതാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം, എന്നെ സപ്പോർട്ടും ചെയ്യണം കേട്ടോ. തേങ്ങ മൂക്കുന്ന നേരം കൊണ്ട് നമുക്ക് കഴുകി വെച്ച പാത്രമൊക്കെ എടുത്ത് വെക്കാതെ. ഇതെൻ്റെ ലഞ്ച് ബോക്സാണ് കേട്ടോ. വെച്ചാലേ കഴുകി വെച്ച പാത്രം കൊണ്ട് എടുത്ത് വെച്ചാൽ ഒരു 3-4 പാത്രം കൂടെ കഴുകാനുണ്ട്. അപ്പോൾ അതും കൂടെ എടുത്ത് വയ്ക്കാം കഴുകാനോ. നമ്മുടെ തേങ്ങ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കാശ്മീരി ചില്ലി കൂടെ ഇടാമെന്ന് വിചാരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതെല്ലാം കൂടി അതിലേക്ക് ചേർക്കാം. പൊടികളെല്ലാം ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് കാശ്മീരി ചില്ലി. ഇനി ഇതൊന്നും കൂടെ ഒന്ന് നല്ലോണം കരിയാതെ മൂപ്പിച്ച് എടുക്കണം കേട്ടോ. കരിഞ്ഞു പോകരുത്, കരിഞ്ഞു പോയാൽ കൊളാകും. കരിയാതെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ പൊടിയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇനി ഇതിൻ്റെ ചട്ടീൻ്റെ ചൂടും കൂടെ ആകുമ്പോൾ പാകമായിക്കോളൂ കേട്ടോ. നല്ലോണം ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ ഒരു ബോക്സിലേക്ക് എടുത്തിട്ട് വയ്ക്കാൻ കേട്ടോ. നല്ല ചൂടാറിനെ, അല്ലെങ്കിൽ കേടായി പോകും. നല്ല തണുത്തതിന് ശേഷം മാത്രം ബോക്സിലിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചില്ലേലും നിൽക്കും, എന്നാലും ഫ്രിഡ്ജിൽ വയ്ക്കുന്നത് കുറച്ചുകൂടി സേഫ് ആയിരിക്കും. ഞാനിത് അതിട്ട് വെക്കാനുള്ള പാത്രമൊക്കെ നല്ല കഴുകി തുടച്ച്, വെള്ളം ഉണ്ടാവില്ല, ഒട്ടും വെള്ളം ഉണ്ടാവില്ല, വെള്ളമില്ലാതെ എല്ലാം തുടച്ച് എടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് ഇതിനകത്തേക്ക് ഇട്ട് എടുത്ത് വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ. എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നെക്കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. വിശേഷങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. എല്ലാവർക്കും സുഖമായിട്ടുണ്ടല്ലേ, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ആർക്കെന്ത് സംശയം ഉണ്ടെങ്കിൽ എന്നെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്കിത് ഇട്ട് വെച്ചേക്കാം. ഇത് പിന്നെ ഞാൻ അർജൻറ്റായിട്ട് വറുത്തത് എന്നാണെന്നറിയോ, നാളെ ഞാൻ പുട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ പുട്ടിന് കട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വറുത്ത് വെച്ചത്, തീർന്നു പോയി. അപ്പോൾ കടലക്കറി ഉണ്ടാക്കാൻ നോക്കപ്പോഴാണ് അയ്യോ തേങ്ങ വറുത്തതില്ലല്ലോ എന്നോർത്ത്. എന്നാൽ പിന്നെ അതങ്ങ് വറുക്കുകയും ചെയ്യാം, നിങ്ങളെയും കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ട്. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.
എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും രാവിലെയൊക്കെ തിരക്കുള്ള ആൾക്കാരല്ലേ, അപ്പോൾ എല്ലാവർക്കും ഒരു ഈസി ആവും കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ചെയ്യുന്ന പൊടിക്കൈകളൊക്കെ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾ ചെയ്യുന്നതൊക്കെ ഞാൻ കാണുകയും ചെയ്യും. അപ്പം ഓക്കെ, ബൈ ബൈ.